ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വാർത്തകളൊന്നുമില്ല. കൊലപാതകം, പിടിച്ചുപറി, തട്ടിപ്പ്, വെട്ടിപ്പ്, അഴിമതി, കുംഭകോണം, കൊല, കൊള്ളിവെപ്പ്, ബലാത്സംഗം, പീഡനം തുടങ്ങിയ ഒരുപാട് കുറ്റകൃത്യങ്ങൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ എപ്പോഴും കാണാറുള്ളത്. നല്ല വാർത്തകളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇടുക്കിയിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. പെൺകുട്ടി ഗർഭം ധരിച്ചത് 14കാരനിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ, സ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇവരെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്: ലൈംഗികത. കാരണം ലൈംഗിക ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ കേരളത്തിൽ സെക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രണയം നടിച്ചിട്ട് പെണ്ണുങ്ങളുടെ പുറകെ പോയി അവരുടെ കൂടെ നിന്നാൽ സെക്സ് കിട്ടും. ഇത് പല ആണുങ്ങൾക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്ന ആളുകളൊന്നും ആരും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രണയിനികളെ കല്യാണം കഴിച്ചിട്ട് നല്ല കുടുംബജീവിതം ജീവിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ കൊണ്ട് കഴിയില്ല. കാരണം പ്രണയം എന്ന് പറഞ്ഞിരിക്കുന്നത് റോട്ടിൽ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരാളെ പ്രണയിച്ചിട്ട് അങ്ങ് കല്യാണം കഴിച്ചിട്ട് അങ്ങ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമില്ല. ഒരുപാട് കടമകൾ കടക്കാനുണ്ട്. വീട്ടുകാരുടെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും. നാട്ടുകാരുടെ സമ്മർദ്ദങ്ങൾ, ബന്ധുമിത്രാദികളും ചാർച്ചക്കാരുടെ സമ്മർദ്ദങ്ങൾ, സമുദായത്തിൻ്റെയും ജാതിയുടെയൊക്കെ സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇതിനൊന്നും അതിജീവിക്കാൻ പലർക്കും കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും വിവാഹം കഴിക്കാൻ കഴിയില്ല. അങ്ങനെ വലിയൊരു യാഥാർത്ഥ്യം എൻ്റെ പുറകിലുണ്ട്. പക്ഷേ സെക്സ് ചെയ്യാൻ പറ്റും. അതാവുമ്പോൾ ആരും കാണില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇത് വലിയൊരു പ്രവണതയാണ്. 1991 മലയാള മനോരമയുടെ ഇംഗ്ലീഷ് മാസികയായിട്ടുള്ള വീക്കിനകത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത പ്രകാരം കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ വൻകിട നഗരങ്ങളിൽ കന്യകമാരില്ലാത്രേ. 1991 കണക്കാണ്. ഇതിപ്പോൾ 2025. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എവിടെയും കന്യകമാരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രണയിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും കേരളത്തിലില്ല. പ്രണയത്തിൻ്റെ അന്തിമ ലക്ഷ്യം ലൈംഗികതയാണ്. പ്രണയബന്ധം മുറിഞ്ഞാലും മുറിഞ്ഞില്ലെങ്കിലും ഈ ഒരു പരിപാടി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രണയിക്കുന്നത്. ഈ ഒരു ലൈംഗിക ബന്ധം ചെയ്യാത്ത ഒരു കമിതാക്കൾ പോലും കേരളത്തിലില്ല. കാരണം ഈ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഉദ്ദേശവും ഇതുതന്നെയാണ്.